പണ്ട് പണ്ട് ശാന്തിപുരം എന്ന മനോഹരമായൊരു ഗ്രാമത്തിൽ ലക്ഷ്മി എന്ന ഒരു പാവപ്പെട്ട മുത്തശ്ശി താമസിച്ചിരുന്നു. സ്വന്തം മകനും മരുമകളും തൊട്ടടുത്ത വീട്ടിലുണ്ടായിട്ടും ആരും ആ പാവത്തെ തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. ഒരു ദിവസം വിശപ്പ് സഹിക്കാനാവാതെ മുത്തശ്ശി മകന്റെ അടുത്തേക്ക് ചെന്നു. മോനെ, എനിക്ക് ഭയങ്കര വിശപ്പ്. ആഹാരം കഴിക്കാൻ കയ്യില് പണം ഒന്നുമില്ല. കുറച്ച് പൈസ തരുമോ? അമ്മയ്ക്കിപ്പോൾ എന്തിനാ പൈസ? ഞങ്ങൾക്ക് തന്നെ തികയുന്നില്ല. അതെ, വെറുതെ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ ഇവിടെ പണമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇനി ഇങ്ങോട്ട് വരരുത്. കണ്ണു നിറഞ്ഞ മുത്തശ്ശി അവിടെ നിന്നും ഇറങ്ങി. അടുത്തുള്ളൊരു ചെറിയ ഹോട്ടലിലേക്ക് മുത്തശ്ശി നടന്നു ചെന്നു. മുതലാളി, വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഇവിടെ ഫ്രീ ആയിട്ട് ആർക്കും ആഹാരം കൊടുക്കാൻ പറ്റില്ല. കാശുണ്ടെങ്കിൽ വന്ന് കഴിക്കുക. എങ്കിൽ എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി തരുമോ? പാത്രം കഴുകാനോ വൃത്തിയാക്കാനോ എന്ത് ജോലിയാണെങ്കിലും മതി. മുത്തശ്ശിയുടെ വിഷമം മനസ്സിലാക്കിയ മുതലാളിക്ക് അവരോട് അലിവ് തോന്നി. അങ്ങനെ ലക്ഷ്മി മുത്തശ്ശി ഹോട്ടലിലെ പാത്രം കഴുകുന്ന ജോലിക്കാരിയായി. എല്ലാ ദിവസവും അധ്വാനിച്ചു കിട്ടുന്ന പണം മുത്തശ്ശി കരുതിവെച്ചു. ഒരു ദിവസം ചന്തയിൽ പോയപ്പോൾ മുത്തശ്ശി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു. താൻ കരുതിവെച്ച സമ്പാദ്യം കൊണ്ട് 2 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. എന്റെ മക്കളെ, നിങ്ങളാണിനി എന്റെ ലോകം. നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും. മുത്തശ്ശിയുടെ സ്നേഹവും പരിചരണവും കൊണ്ട് കോഴികൾ വളർന്നു. രണ്ട് കോഴികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വീട് നിറയെ കോഴികളായി. കോഴികളിടുന്ന മുട്ടകൾ ചന്തയിൽ വിറ്റ് മുത്തശ്ശി പണം സമ്പാദിച്ചു. മുട്ട മുട്ട നല്ല നാടൻ മുട്ട. മുട്ട മുട്ട നല്ല നാടൻ മുട്ട. ഇത് എത്ര രൂപയാ മുത്തശ്ശി? 2 എണ്ണം 10 രൂപയാ മോനെ. ഇതാ മുത്തശ്ശി. ചിലപ്പോൾ ചില ആളുകൾ ഇറച്ചിക്ക് വേണ്ടി കോഴിയെ വാങ്ങാനായി വരും. ഇത് എത്ര രൂപയാ മുത്തശ്ശി? 250 രൂപയാ മോനെ. ഇതാ മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി ധാരാളം പണം സമ്പാദിച്ചു. ആ പാവപ്പെട്ട മുത്തശ്ശി ഇപ്പോൾ ആ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന കോഴി വളർത്തുന്ന കർഷകയായി മാറി. മുത്തശ്ശിയുടെ ഈ വളർച്ച കണ്ട് മകനും മരുമകൾക്കും അസൂയയായി. നോക്കൂ, ആ കിളവിക്കിപ്പോൾ നല്ല പൈസയാണ്. നമുക്ക് കിട്ടേണ്ട പണമാണല്ലോ ഇത്. അതെ, അവരുടെ അഹങ്കാരം ഇല്ലാതാക്കണം. നമുക്ക് ആ കോഴികളെ നമുക്ക് കൊല്ലാം. രാത്രിയായപ്പോൾ അവർ ആരും കാണാതെ കോഴിത്തീറ്റയിൽ വിഷം കലർത്തി. പിറ്റേന്ന് രാവിലെ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. മുത്തശ്ശിയുടെ ജീവനായിരുന്ന കോഴികളെല്ലാം ചത്തുകിടക്കുന്നു. എന്റെ ഈശ്വരാ, എന്റെ കോഴികളെല്ലാം ചത്തുപോയല്ലോ. ആരാ ഇത്ര വലിയ ക്രൂരത ചെയ്തത്? ഇത് കണ്ട് വിഷമിച്ച മുത്തശ്ശി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി നൽകി. സാറേ, എന്റെ കോഴികളെ ആരോ കൊന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ശരി മുത്തശ്ശി. ഒരു പോലീസ് നായയുമായി ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി. പെട്ടെന്നത് മകന്റെ വീടിന് നേരെ ഓടുകയും മകനെയും മരുമകളെയും കണ്ട് ഉച്ചത്തിൽ കുരയ്ക്കുകയും ചെയ്തു. അവരെ പോലീസ് പിടികൂടി. അമ്മേ, ഞങ്ങളെ രക്ഷിക്കണേ, തെറ്റുപറ്റിപ്പോയി. സ്വന്തം അമ്മയോട് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇനി ജയിലിൽ കിടന്ന് അനുഭവിച്ചോ? കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാരും നാട്ടുകാരും ചേർന്ന് മുത്തശ്ശിക്ക് പുതിയ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി നൽകി. ഇതാ മുത്തശ്ശി, ഇത് നിങ്ങൾക്കുള്ളതാ. ഈശ്വരൻ എന്നെ കൈവിട്ടില്ല. എന്റെ ഈ പ്രായത്തിൽ അധ്വാനിക്കാൻ എനിക്ക് വീണ്ടും കൂട്ടായി ഇവരെ കിട്ടിയല്ലോ. പിന്നെയും മുത്തശ്ശി അവയെ വളർത്താൻ തുടങ്ങി. കോഴികൾ വളർന്ന് പഴയതുപോലെ മുത്തശ്ശിക്ക് മുട്ടകൾ കിട്ടിത്തുടങ്ങി. അത് വിറ്റ് അവർ പൈസ സമ്പാദിക്കുകയും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു.